നമസ്കാരം. സ്കൂൾ വിദ്യാർത്ഥിനികളെ കൊണ്ട് സ്കൂൾ ശൗചാലയം വൃത്തിയാക്കിക്കുന്ന വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ പ്രധാന അധ്യാപികയ്ക്ക് സസ്പെൻഷൻ. ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായതോടെയാണ് നടപടി. തമിഴ്നാട്ടിലെ പാലക്കോട് സർക്കാർ സ്കൂളിലാണ് സംഭവം. സ്കൂൾ യൂണിഫോം ധരിച്ച വിദ്യാർത്ഥിനികൾ ശൗചാലയം വൃത്തിയാക്കുന്ന ദൃശ്യങ്ങളാണ് പ്രചരിച്ചത്. 1 മുതൽ 8 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള 150ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലാണ് സംഭവം. പ്രദേശവാസികളുടെയും രക്ഷിതാക്കളുടെയും കടുത്ത പ്രതിഷേധം സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് ഇടയാക്കി. പ്രധാന അധ്യാപിക കുട്ടികളെ കൊണ്ട് നിരവധി തവണ മുറ്റമടിപ്പിക്കുകയും ശൗചാലയം വൃത്തിയാക്കുകയും ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്ന് ആരോപണമുണ്ട്. വീഡിയോ ചർച്ചയായതോടെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഉടനടി നടപടി സ്വീകരിക്കുകയായിരുന്നു. തമിഴ്നാട്ടിലെ ധർമ്മപുരി ജില്ലയിൽ പലക്കോടിൽ 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിലായി 150ലേറെ ആദിവാസി വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലാണ് സംഭവം. യൂണിഫോം ധരിച്ച പെൺകുട്ടികൾ ചൂലും പിടിച്ച് ശുചിമുറി വൃത്തിയാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഇതിന് പിന്നാലെ വൻ ജനരോഷം ഉയർന്നിരുന്നു. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ചില രക്ഷിതാക്കൾ വിദ്യാഭ്യാസ വകുപ്പിന് പരാതി നൽകുകയും ചെയ്തിരുന്നു. ശുചിമുറി വൃത്തിയാക്കൽ, പരിസരം തൂത്തുവാരൽ, വെള്ളമെടുക്കൽ തുടങ്ങിയ ജോലികൾ ചെയ്യാൻ പ്രധാന അധ്യാപിക കുട്ടികളെ ഏൽപ്പിക്കുകയായിരുന്നുവെന്ന് അവർ ആരോപിച്ചു. സംഭവത്തിൽ നാട്ടുകാർ വൻ പ്രതിഷേധമാണ് ഉയർത്തിയത്. പ്രധാന അധ്യാപികയ്ക്കെതിരെ ഉടൻ നടപടിയെടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. തുടർന്ന് മുഖ്യ വിദ്യാഭ്യാസ ഓഫീസർ അന്വേഷണം പ്രഖ്യാപിക്കുകയും ഇതിന്റെ ഭാഗമായി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യുകയുമായിരുന്നു.